Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയും I send my greetings to all of you in the name of our Lord and Savior Jesus Christ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കഴിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. God enabled us to offer a sweet worship. മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവം സഹായിച്ചു. Not only that, God enabled us to hear a few blessed testimonies of the children who are going to be baptized. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പകരക്കാരനായിട്ടാണ് നിൽക്കുന്നത്. I'm standing here as a substitute. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് വചനം ശുശ്രൂഷിക്കണമെന്നുള്ള കാര്യം ഞാൻ അറിയുവാൻ ഇടയായിരുന്നു. Last Thursday night, I was asked to prepare to share from the Word. ഞാൻ ദിവസത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ത് സംസാരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. I prayed to God to get direction about what to speak. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ കർത്താവിന്റെ ഒരു ദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറിന്റെ സാക്ഷ്യം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. And one of the brothers called me and said, please also share your testimony. അതുകൂടാതെ എന്റെ മോൻ എന്നോട് പറഞ്ഞു, അതൊന്ന് പറയുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. Not only that, my son also told me it would be good if you share your testimony. ഏത് കാര്യങ്ങളുടെയും ഉറപ്പിന് രണ്ട് സാക്ഷികളുടെ വാമൊഴി മതി. To establish anything, two witnesses are needed. അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. So I thought, I got advice from two people, so let it be. സാക്ഷ്യം പറയാൻ പോയാൽ ഇന്ന് ഇത് തീരത്തുമില്ല, നാളത്തെ ദിവസം കൂടെ വേണ്ടി വരും. If I go to tell my testimony in detail, I wouldn't be able to finish today. എന്നാലും ചെറിയ രീതിയിൽ കട്ട് ഷോർട്ട് ചെയ്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So I'm going to cut it short and going to say briefly. ഞാൻ യാഥാസ്ഥിതിക മാർത്തോമാ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. I was born in a Marthomite family. എന്റെ പിതാവ് വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലായിരുന്നുകൊണ്ട് ആത്മീയമായിരിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ അത്ര ശ്രദ്ധ കാണിച്ചില്ല. My father was involved in business, so he didn't take care of much how we were growing spiritually. എന്നാൽ അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് എന്റെ വല്യപ്പച്ചിയും എന്നോട് ഇടപെട്ടത്. But my grandfather and grandmother were dealing with me spiritually. നിരന്തരമായി വേദപുസ്തകം വായിപ്പാനും പ്രാർത്ഥിപ്പാനും അതുപോലെ സൺഡേ സ്കൂളിലും പള്ളികളിലൊക്കെ പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും എന്നെ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത അപ്പച്ചനായിരുന്നു. So the grandfather used to tell me about reading the Bible and praying, and he used to take me to the church. പലപ്പോഴും സന്ധ്യാസമയത്തെ വേദപുസ്തക വായനയിൽ തെറ്റു വായിച്ചെന്നാൽ ഒന്നാന്തരം അടി തരുമായിരുന്നു. In the evening, if I read something wrong from the Bible, he used to discipline me by slapping, beating. കണ്ണുനീര് വേദപുസ്തകത്തിൽ വീണിട്ടുണ്ട്. I used to cry and the tears fell in the Bible. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. For that I praise God. എന്റെ ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനിടയായത് എന്റെ വല്യപ്പച്ചന്റെ ഒരു സ്നേഹവും വാത്സല്യവുമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. I thank God today for the love and care that my grandfathers showed toward me, and because of that I'm a child of God today. എന്റെ 19ാമത്തെ വയസ്സിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകാനിടയായിരുന്നു. In my 19th, when I was 19-year-old, I went to North India for my job. എന്റെ ആത്മീയമായ ജനനം സംഭവിച്ചത് പ്രിയ ജോൺസൺ താമസിച്ച സ്ഥലത്ത് വെച്ചാണ്. I was born again in a place where my father and we were living. ജഗദൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് എന്റെ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാൻ കൊണ്ടുവേണ്ടിയായിരുന്നു. There is a place called Jagdalpur, and I was close to that place, and that's where I came to know our Lord. വിശദീകരിക്കാൻ സമയം പോരാ, ഞാൻ അത് പെട്ടെന്ന് ചുരുക്കുകയാണ്. There is not much time to say, so I'm just briefly saying it. 1973 സെപ്റ്റംബർ മാസം 17 രാത്രി ഈ നല്ലവനായ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാൻ ദൈവമെനിക്കിടയായി. 1973 September 17th, God enabled me to understand this good Lord. ആ മനോഹരമായിരിക്കുന്ന രാത്രി ഇന്നെന്ന പോലെ എന്റെ മനസ്സിൽ തിളങ്ങി കാണുകയാണ്. Oh, I still remember that night just as yesterday. തുടർന്ന് ജഗദൽപൂരിൽ നിന്നും റായ്പൂരിൽ നിന്നും ബിലായിൽ നിന്നും കർത്താവിന്റെ ദാസന്മാർ ഉജ്ജയിനിൽ നിന്ന് ബ്രദർ ദേവശികാമണി ബ്രദറൊക്കെ കടന്നു വന്ന് ഞങ്ങളെ ആത്മീയമായി സപ്പോർട്ട് ചെയ്തു നോക്കുകയാണ്. Then I remember the people who came from Jagdalpur, Raipur, Bhilai, and from Ujjain. They came and taught us. ജഗദൽപൂരിൽ കർത്താവിന്റെ വേലയിലായിരുന്ന മാത്യു അബ്രഹാം ബ്രദറാണ് ഇന്ന് നിധിയിൽ താൻ വിശ്രമിക്കുന്നു. അദ്ദേഹമാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. God's servant, Brother Matthew Abraham, who was working in Jagdalpur, he is the one who baptized me.
ജഗദൽപൂരിലെ പ്രിയ സഹോദരന്റെ ഭവനത്തിലാണെന്ന് വർഷിപ്പ് മീറ്റിംഗ് നടന്നതും അവിടെ അടുത്തുള്ള രാജ്തലാബ് എന്ന് പറഞ്ഞ തടാകത്തിൽ വെച്ചാണ് സ്നാനം ഏൽക്കുവാനിടയായത്. In Jagdalpur, in our home, the assembly was gathering, and there was a pond nearby, Raja Talab pond. That's where I was baptized. എനിക്ക് പ്രിയ ജോർജാനെയും സി ജോർജാനെയും മറ്റ് പ്രിയപ്പെട്ടവരൊന്നും വിസ്മരിപ്പാൻ തക്കൊന്നും കഴിയില്ല. I can never forget brother C.A. George and other dear ones in Jagdalpur. സഹോദരന്മാരൊക്കെ കടന്നു വരികയും ആത്മീയമായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം കിരന്തോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു സഭാകുടി ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. All these brothers came and encouraged us to start a new assembly in the place called Kirandul. ഒരു വലിയ ഒരു വ്യത്യാസം എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തക്കവണ്ണം. And that caused a big difference in my change in my life. 3 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എന്റെ പിതാവിന് ഇങ്ങനെ ഒരു കത്തെഴുതി. After 2 years before I left to Kerala, I wrote a letter to my dad. ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. And I wrote to him that I'm born again and I got baptized. Okay, നീ ഇങ്ങ് വാ, ഞങ്ങൾ നിന്റെ കൂടെ വന്നേക്കാന്ന് പറഞ്ഞു. And so he told me, come back and we will also join you. പക്ഷേ വന്നു, നേരെ ഫലം തിരിച്ചായിരുന്നു. But when I reached home, his reaction was totally different. വിപരീതമായ രീതിയിൽ എന്നെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. And he tried his best to discourage me and bring me back to his church. വാസ്തവമായിട്ട് യാക്കോബ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എന്റെ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും ബലവും ഭയവുമായവൻ എന്നോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തളർന്നു പോകുവാൻ സാധിക്കുമായിരുന്നു. Remember a statement made by Jacob that if the God of Abraham and Isaac was not with me, I would have been destroyed. പല പ്രലോഭനങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. Oh, many temptations came to my life. ചുരുക്കട്ടെ, അതിന് ശേഷം തിരിച്ച് മധ്യപ്രദേശിലേക്ക് കടന്നുപോയി. After that, I again went back to Madhya Pradesh. കുറച്ചുനാൾ അവിടെ ജോലി ചെയ്തു. I still continued in my job. അതിനുശേഷം കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നുപോയി. And after that, I went to Karnataka. അവിടെ ബൽഗാമിലുള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു പോന്നു. And there I joined the saints in Belgaum and worshipped the Lord. ചില നാളുകൾക്ക് ശേഷം ബോംബെയിലേക്ക് കടന്നു വന്നു. And after that, I went to Bombay. ബോംബെയിലെ ഫോർട്ട് അസംബ്ലിയോടുള്ള ബന്ധത്തിലും ഷൈൻ അസംബ്ലിയോടുള്ള ബന്ധത്തിലും കുറെ നാള് കർത്താവിനെ ആരാധിപ്പാൻ സാധിച്ചു. In Bombay, I was in connection with the Fort Assembly and Zion Assembly, and I worshipped the Lord. 1978 സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാൻ സാധിച്ചു. And in 1978, I went to Saudi Arabia. ആദ്യ കാലഘട്ടങ്ങളിൽ ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ കഴിയാതെ വളരെ ദൂരെ ഡെസേർട്ടിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് അവിടെ ആരാധനയ്ക്ക് പോകുവാനായിട്ട് കഴിഞ്ഞില്ല. At the beginning, I had to work far from a city place in desert, so I didn't have an opportunity to worship. എന്നാൽ ചില നാളുകൾക്ക് ശേഷം അൽക്കോബാർ ബ്രദറൻ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനിടയായി. But after some time, I came in connection with the Alcobar Brethren Assembly, and I worshipped Lord there. കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം അവിടുത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. And as He has enabled me, He has given me the grace to love Him and serve Him. 1982 ഞാൻ വിവാഹിതനായി തീർന്നു. And in 1982, I got married. എനിക്ക് ലഭിച്ച ഭാര്യ സഹോദരി മർത്തമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെട്ടതായിരുന്നു. My wife was from a Marthamite background. ഞാൻ എന്റെ പിതാവിനെയും മാതാവിനെയും വിഷമിപ്പിച്ചിട്ട് ഒരു വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. I didn't want to displease my parents and marry someone of my choice. എനിക്ക് നിശ്ചയമുണ്ട് എന്നെ വിളിച്ച് വേർതിരിച്ച് എന്റെ കർത്താവ് അവളെയും ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടും കഴിയുമെന്നുള്ള പരിപൂർണമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിവാഹത്തിന് സംബന്ധിച്ചു. And I knew firmly that the Lord who has called me and saved me is able to save my wife too. With that confidence, I married her. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. And our married life started. ഞങ്ങൾക്ക് ദാനമായ 2 ആൺമക്കളെ ദൈവം തന്നു. God gave us 2 sons. മൂത്ത മകനാണ് സിബു. Sibu is our eldest son. രണ്ടാമത്തെ മകന് സുബിൻ. രണ്ടുപേരും വിവാഹിതരായി. അവര് ഇവിടെ ഒരാളും നാട്ടിലെ ഒരാളുമായിട്ടിരിക്കുന്നു. My second son is Subin. He is also married, and both of them are in. One is here and one is in Kerala. എനിക്ക് ഒരു കാര്യം മാത്രമുള്ളൂ, എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ കേൾക്കുന്നതിനേക്കാൾ എനിക്ക് മറ്റൊന്നില്ല എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഭാഗത്ത് അവർ നിൽക്കുന്നതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And my greatest pleasure is to see that my children stand in God's side, and I see and I am happy. ലോകത്തിലെ സകല സമ്പാദ്യങ്ങളെക്കാളും ഉപരിയായി ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതായിത്തീരും. More than anything in the world, more than the wealth of the world, if our children is in God's love, that is the greatest thing. എന്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് ഒന്നുമായിട്ടില്ല, അനേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കട്ട് ഔട്ട് ചെയ്യുകയാണ്. With regard to my testimony, there are so many things to say,
say, but I'm just cutting it short. ദൈവം നടത്തിയ വിധങ്ങളൊക്കെ വളരെ അനവധി കാര്യങ്ങളാണ്. When I look back, I see the ways in which God led me. It's too many. എനിക്ക് എന്നിൽ തന്നെ യാതൊരു കഴിവുമില്ല എന്നുള്ളത് സമാഗമന കൂടാരം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിച്ചു. എനിക്ക് എന്നിൽ തന്നെ യാതൊരു കഴിവുമില്ല, എന്നെ നിർത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപ കരുണയൊന്ന് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. Studying the tabernacle, I came to the conclusion, came to the understanding that I am nothing in myself. I'm standing only by the grace of God. കർത്താവിന്റെ അമിതമായ കൃപയാൽ ഇത്രത്തോളം ദൈവം നടത്തിയെന്ന് ഞാൻ ഓർക്കുകയാണ്. Because of the abundant grace of our Lord and Savior Jesus Christ, He led me so far. പിന്നെയും സാക്ഷ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. There are so many things to mention, but I'm just avoiding them. 2012 വരെയും സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ കൊണ്ട് ദൈവം സഹായിച്ചു. God enabled me to work in Saudi Arabia until 2012. അത്ഭുതകരമായിരുന്ന വിടത്തിൽ കൂടി കർത്താവ് നടത്തി. God led me there miraculously. അൽഖബാർ ബ്രദർ അസംബ്ലിയുള്ള ബന്ധത്തില് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഉപയോഗിച്ചു. And God enabled me to do some ministry in Al-Khobar Brethren Assembly. അതേ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന വിഷയമാണ്. And I thank God for that always. ഇങ്ങനെ 2012 ഡിസംബർ മാസമാണ് ഞാൻ അവിടുന്ന് വിട്ടുപോരുന്നത്. In 2012 December, I just left Saudi Arabia and went to Kerala. അവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി ജോലി തരത്തില്ല. And after 60 years, you cannot stay in that company. തന്നിരുന്നെങ്കിൽ ഇന്നും അവിടെ തുടർന്നേനെമായിരുന്നു. If they had asked me to stay, I would have continued. എന്നാൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ഒക്കെ ദൈവമക്കളെ സംബന്ധിച്ചോളം വേറൊരു രീതിയിലാണ്. God has a plan and purpose for His children. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നാട്ടിൽ ഉമ്മയാരി ബ്രദർ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോവുകയും In Kerala, I'm in connection with the Umiyatugara Brethren Assembly. അവിടെ ചെയ്യാൻ ലഭിച്ച ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയായിരുന്നു. And I'm involved in small ministries in connection to that assembly. അങ്ങനെയാണ് ഞങ്ങളുടെ മൂത്ത മകനും മകളും കുഞ്ഞും ഇവിടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഒരു വഴിയൊരുക്കി. And now God has opened a way for us to come here and see Cebu and Liz. അവരോട് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ കഴിയാൻ ദൈവം സഹായിക്കുന്നു. And God is giving us blessed days together with them. സാക്ഷ്യം പറയാനാണ് ഇന്നും തീരുകയില്ല, നാളെ തീരുകയില്ല. If I need to say my testimony, I cannot finish today or tomorrow. ഞാനത് കട്ട് ഷോട്ട് ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കട്ടെ. So let me stop the testimony here. കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. I just thankfully praise God for the ways in which He led me. വിവരിപ്പാനാണെങ്കിൽ അനേക സന്ദർഭങ്ങൾ അനേക കാര്യങ്ങൾ എന്റെ മുൻപാകെ ഉണ്ട്. അതൊന്നും വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. So if I need to explain, describe, there are so many things to describe. ഞാൻ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് വചന സൂക്ഷിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I just want to read one verse and I want to enter into the word. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. Ephesians chapter 2 verse 1, the latter part. നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. Where it says that He also raised you. ഇവിടെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് 4 ലേഖനങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. We know that there are 4 prison epistles. അത് 4ഉം ഈ എഫേസ്യ ലേഖനം, they are Ephesians, epistle to Ephesians, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലോമോന്റെ ലേഖനമാണെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. then Philippians, then Colossians and Philemon's epistles. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളോട് ചേർന്ന് ചിന്തിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. So I want to meditate on a few topics that Paul is reminding us here, or reminding the believers. ഇവിടെ ഒന്നാമത്തെ പ്രാവശ്യം 2 വർഷം കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് എഴുതപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ കാണാനായിട്ട് കഴിയുന്നത്. We see that he was in prison for 2 years, and that's the time when he wrote this epistle. ഇവിടെ ഒരു കാര്യം ഓർക്കുന്നത് ഏതിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാണ്. We need to ask the question, when he raised us from what? ഇവിടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. Here it says that you are dead in your sins and transgressions. That's where he raised you from. അത് മരിച്ച അവസ്ഥയിൽ കിടന്ന മനുഷ്യവർഗത്തെ ഉയർപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടാണ്. The humankind, the human race which is dead in sin, God has raised or resurrected them. ക്രമമില്ലാതെ കുത്തഴിഞ്ഞു കിടന്ന ഒരവസ്ഥയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കി. The human race was in a transgression or a disordered state, and God brought them into an ordered state. കൊലോസ്യർ 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. In Colossians chapter 1 verse 21, we see that we were
far away from God because of our evil work. ഇതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് മുൻപോട്ട് നീങ്ങിയവരായിരുന്നു. And also it says that we were going according to the system of the world. നമുക്ക് പറയാമല്ലോ, നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറയും. There is a saying that do what most people are doing. നാടോടുമ്പം നാട് എങ്ങനെ പോകുന്നു അതുപോലെ ഓടിപ്പോകുക, മുന്നോട്ട് പോവുക. So what most people are doing in the society do, that's what most people do. അത് ഒരു ദൈവവൈതലിന് ഭൂഷണമല്ല. But that's not right for a God's child. അങ്ങനെ പോകുവാൻ ദൈവം തന്റെ മക്കളെ അനുവദിക്കുന്നുമില്ല. God doesn't allow us to do that. എന്നാൽ ഈ ലോകത്തിന്റെ, ഈ ആകാശത്തിന്റെ അധികാരം സാത്താന്റെ നിയന്ത്രണത്തിന് കീഴിലാണെന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. But we should not forget that the world is under the control of Satan. മാത്രമല്ല, അനുസരണക്കേടിന്റെ മക്കൾ. And not only that, God calls the people of the world children of disobedience. ആദാമ്യ സന്തതി പരമ്പരകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അനുസരണക്കേടിന്റെ മക്കളായിട്ട് നമുക്ക് അവരെ കാണുവാനായിട്ട് കഴിയും. And when we look at the race of Adam, we see that they are the children of disobedience. മാത്രമല്ല, കോപത്തിന്റെ മക്കൾ. And also children of wrath. ന്യായവിധിക്ക് അവകാശികളായി തീർന്ന മനുഷ്യർ. And also people under the judgment. ഹൃദയത്തിൽ തോന്നിയതുപോലെ ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു അനുഭവം. And they lead their life whatever way they think is right. ഇങ്ങനെ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ മനുഷ്യൻ എപ്പോഴും ആവശ്യമാണ്. And when from this kind of living there was a redemption needed. റോമാലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. In the epistle of Romans we see a particular thing. അതിന്റെ 19 മുതൽ 22 ഭാഗങ്ങൾ വായിക്കുമ്പോൾ from 19 to 22 ഒരു കാലത്ത് പിശാചിന്റെ ആജ്ഞയനുസരിച്ച് അതിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് മുൻപോട്ട് പോയിരുന്ന ജനം എന്നോട് വായിക്കുന്നു. We read that we were the people once who were following Satan's commandments. അവിടെ അവന്റെ യജമാനന്റെ അടിമയായിട്ട് അവന്റെ ആജ്ഞ പാലിക്കുന്ന മനുഷ്യനായിരുന്നു. There was a time when we were slaves to that master of Satan and we were following his commandments. എന്നാൽ അവിടെ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ചു. But from there we have got a freedom. ഒരു വിടുതൽ ലഭിച്ചു എന്ന് കാണുന്നു. And we see that we have got a redemption from there. ഒരു വലിയ വ്യത്യാസം സംഭവിച്ചു. And a big change has happened. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. And we came back to the experience of salvation. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, അവൻ അടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല മറ്റൊന്നും എന്ന്. There is a song which says that when we are his slave, the freedom that we experience is uncomparable. വാസ്തവമായിരിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ അവസ്ഥയിൽ നിന്ന് അവനെ കൊണ്ടുവരുവാൻ ഇടയാക്കി. So God has taken us from that slavery and brought us to salvation. അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. And he declared that publicly. സ്നാനപ്പെട്ടു, അർത്ഥാൽ സ്നാനപ്പെട്ടു. The meaning is we got baptized. സ്വതന്ത്രമായി ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവനെ പ്രാപ്തിപ്പെടുത്തി എന്ന് കാണുന്നു. And then we see that God enables us to worship him freely. അത് ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാം വായിക്കുന്നുണ്ടല്ലോ, അവൻ അടിമ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റേതിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് ഇവിടെ കാണുന്നു. And here we read that the slavery or the submission that we experience under God is better than anything else. അവിടെ നാം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് വായിക്കും. In John chapter 14 verse 23 it says that he who loves me will obey my commandment, and my Father and I will come and dwell with him. ഒരു വലിയ വ്യത്യാസം അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തക്കവണ്ണമിടയായിരുന്നു. And that causes a big change in his life. അവന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം അവനെ പ്രാപ്തിപ്പെടുത്തി എന്ന് വായിക്കുന്നു. And there we read that God enables him to stand for God. അതിന്റെ അപ്പോൾ ലഭിച്ച അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, and if you ask what kind of experience that is, അതിന്റെ 6-ാം അധ്യായത്തിന്റെ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ ഫലം നിത്യജീവനും ആകുന്നു എന്നാണ്. In Romans chapter 6 verse 22 it says that since we have been redeemed from the slavery of Satan and we have come under the slavery of God, the result is justification and sanctification. ഈ വിശുദ്ധീകരണം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് മാത്രം മതി. This sanctification is needed only in this world. നാം അനധികൃത ഭാവിയിൽ നാം ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ, and very soon when we will be taken to the presence of our God, ഒരു കാരണവശാലും ഈ വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല, എന്നും നാം അവനോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം പോകുകയാണ്. And then we don't need this sanctification because we are going to be with him. തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ, and once we get that glorified body, നിത്യമായിരിക്കുന്ന ജീവിതത്തിലേക്ക് നാം മാറ്റപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണ്. we are entering into that eternal state. അതുവരെ ഈ ഭൂമിയിൽ ചില കഷ്ടങ്ങളും ചില
പ്രയാസങ്ങളും ഈ ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർത്തിരിക്കേണ്ടത് വന്നു കൂടുന്നത് അതൊരു ഭൂഷണമല്ല. Until then, all these troubles and temptations and sorrow and sickness, they all will be with us. എന്തിനു വേണ്ടി നമ്മളെ ഉയർപ്പിച്ചത്? Why did God raise us? എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, അവൻ നമ്മെ ഉയർപ്പിച്ചു എന്ന് വായിക്കുന്നു. In Ephesians chapter 2 verse 6 we read that he raised us. തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിപ്പാൻ തക്കവണ്ണം. Because he wants to show the greatness of his riches. അതിന്റെ അപാരത നമുക്ക് നിത്യതയിൽ മാത്രമേ കാണുവാൻ തക്കവണ്ണം കഴിയൂ. Greatness of riches we will appreciate only in eternity. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുകയാണ്? Then he has raised us and sat us where? സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. He has made us sit in heavenly places. ഇത്രമാത്രം പ്രത്യാശയുള്ള ദൈവമക്കളാണ് ഇന്ന് വാസ്തവമായി ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. And all these children of God who have come to worship the Lord has all the hope. അതിരുകളില്ലാത്ത കലവറ കൂടാത്ത ദിവ്യമാർന്നിരിക്കുന്ന ആ അത്യന്ത ധനത്തെ അപാരമായിരിക്കുന്ന നിത്യധനത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. We see that great richness which has no boundary, no limitations. അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. That means we have the experience of being raised and sat in heavenly places. നാം എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതാണ് കാണുവാൻ കഴിയുന്നത്. In Ephesians chapter 2 verse 7 we read. അങ്ങനെയെങ്കിൽ നാം ചില പ്രധാനപ്പെട്ട 7 വ്യവസ്ഥകൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. When we have raised and placed in heavenly places, we need to follow 7 things. അത് എല്ലാം പറയുവാൻ സമയമില്ല. വളരെ കമ്പിവാചകത്തിൽ ആ കാര്യം പറഞ്ഞ് എന്റെ സമയപരിധിക്കുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Very quickly I want to mention those 7 things and I want to conclude. ആദ്യമായിട്ട് ആത്മാവിൽ നിറഞ്ഞവരായി തീരണം. The first thing, you should be filled in the Holy Spirit. എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 17 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Ephesians chapter 5 verse 17 to 20 we read that. അവിടെ നാം വായിക്കുന്നത് ദിനംതോറും നിറഞ്ഞു വരുന്ന ഒരു അനുഭവമായിട്ട് അതിരിക്കുകയാണ്. There we see an experience of getting filled day by day. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പ്രത്യേകം ചോദിക്കട്ടെ. Let me ask this question. സമ്പന്ന രാജ്യമായിരിക്കുന്ന അഥവാ ഏറ്റവും ആ സമ്പത്തിന്റെ ആ അത്തിച്ചകൂടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ നിലയിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിറവിന്റെ ആവശ്യമുണ്ടോ? The question is, we are all so prosper, we have so much in the world. Do we need this filling of the Holy Spirit? ഈ ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണോ? Do we need this filling of the Holy Spirit? അങ്ങനെയാണെങ്കിൽ നാം ഒരു കാര്യം ചെയ്യണം. ദൈവസന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്തിയേ മതിയാകുള്ളൂ. And yes, we need the filling, and for that we need to humble ourselves in the front of God. അതിൽ നിന്ന് നമ്മളെ താഴ്ത്തി കളയുവാൻ ഈ ലോകത്തിന്റെ അധിപതിയായവൻ ആവോളം ശ്രമിക്കും, അതിന് യാതൊരു സംശയമില്ല. And the king, the ruler of this world will try to convince us not to get the filling of the Holy Spirit. ഈ ലോകത്തിന്റെ ചില സംഗതികളുണ്ടല്ലോ, അത് നമ്മൾ നിറയ്ക്കുവാൻ കൊണ്ട് അവൻ ശ്രമിക്കും. And all the things of the world he will try to fill in us. എന്നാൽ ആ ഇമ്പം താൽക്കാലികമാണെന്നും ആത്മീയമായിരിക്കുന്ന സന്തോഷത്തിലേക്ക് നാം മുൻപോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. We should understand that the attractions of the world are temporary, but the permanent thing is the spiritual thing. ഈ ലോകത്തിന്റെ ഇമ്പം താൽക്കാലികമാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അവനെ നാം പാടി മുഖത്തപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാൻ കഴിയും. We need to understand the attractions of the world are temporary, and we should be praising and singing praises for God. സങ്കീർത്തനങ്ങളാൽ സ്തുതിക്കുവാൻ കഴിയും. We should be praising him with songs. തമ്മിൽ സംസാരിപ്പാൻ കഴിയും. And we should be able to speak to each other in songs. സഹോദരി സഹോദരന്മാർ തമ്മിൽ ആ ഒരു ഐക്യത പുലർത്തുവാൻ തക്കോണം കഴിയും. And brothers and sisters would be able to maintain that unity. അമ്മയപ്പന്മാർ മക്കൾ തമ്മിലുള്ള ആ വലിയ അഭേദ്യമായിരിക്കുന്ന ബന്ധം പുലർത്തിക്കൊണ്ടു പോകുവാൻ കഴിയും. Then parents and children would be able to maintain that love relationship. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല ചിരിയുമാണ്. At least you can give a honest smile. മറ്റൊന്നുമില്ലെങ്കിൽ തന്നെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചാൽ മതി. Or if nothing else, at least you open your heart and give a good smile. ഒരു പൈസ പോലും മുടക്കരുത്. It will cost nothing. പലർക്കും ഇത് ചിരിക്കാൻ മടിയാ. Today many people cannot smile. ഇന്നത്തെ ആരോഗ്യ രംഗത്ത് പറയുന്നത് ചിരി ആയുസിനെ ദീർഘമാക്കുമെന്നാണ് പറയുന്നത്. The medical science people say that if you smile, that will prolong your life. അതിന്റെ നാട്ടിലൊക്കെ ചിരിയുടെ സംഘങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. And in India there are laughter groups. അങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം ആർക്കാണ് അവകാശമുള്ളത്? ദൈവമക്കൾക്കാണ് അവകാശമുള്ളത്. So the people of God, the children of God, have the right to be smiling and laughing and rejoicing in the presence of the Lord. കാരണം എന്താണെന്ന് വെച്ചാൽ നിത്യമായിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് അവനെ നയിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആനന്ദിപ്പാൻ അവന് കഴിഞ്ഞില്ല എങ്കിൽ
പിന്നെ എന്താണ് പ്രയോജനം? If we are not able to rejoice in the Lord who has taken us to that eternal state, if we cannot rejoice in that, then in what else can we rejoice in? മാത്രമല്ല ഒരു അനുഭവത്തിലേക്ക് നാം മുൻപോട്ട് പോകേണ്ടത് ആവശ്യമായി. It's very necessary that we go through that joyful experience. മാത്രമല്ല പിന്നെ നമ്മോട് തന്നെ നമ്മൾ സംസാരിക്കണം എന്നാണ് പറയുന്നത്. Oh, it says that speak to yourself. റോമാലേഖനം 8-ാമത്തെ വാക്യത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ നമ്മോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. In Romans chapter 8 verse 16 we see that joy and that happiness we should communicate with us. എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യണം. Thank God for everything. അവിടെ പറയുന്നത് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ്. Oh, it says that when your primary needs are fulfilled, you thank God. അത് ചെയ്യുവാൻ കഴിയാത്ത എത്രയോ പേര് ഇന്ന് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. Oh, there are so many people who cannot do their primary things and they are in the hospital. അത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. Oh, it says that it is good. രണ്ടാമതായിട്ട് ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരാം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. The second thing Paul reminds is that be submissive to each other in the reverence of God. അത് എഫേസ്യ ലേഖനം 5-ാമത്തെ 21-ാമത്തെ വാക്യത്തിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. Ephesians chapter 5 verse 21 we see that. അവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. There we read that be submissive to each other in the reverence of Christ. ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മാവിൽ നിറഞ്ഞവരാകണം. First thing we see that be filled in the spirit. ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. When we are filled with the Holy Spirit, what are the consequences or blessings? പ്രിയമുള്ളവരെ, ഈ ഭൂമി നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു കാലഘട്ടമല്ല. We know that this world is not favorable to us. ദുഃഖവും നെടുവീർപ്പും ഭാരവും പ്രയാസവും അനുദിനം നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. Sorrow, trouble, sickness, these things are there every day in our life. ഇതിൽ നിന്ന് പരിപൂർണമായിരിക്കുന്ന ഒരു വിടുതൽ ലഭിക്കാൻ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. And only God's children can experience the freedom from this. നിത്യമായിരിക്കുന്ന രക്ഷയിലേക്ക് നമ്മളെ നയിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ രക്ഷണീയ വേലയിൽ ഓർക്കുമ്പോൾ അവൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ തക്കോണം കഴിയും. When we think about the great salvation that we have received, how can we not praise Him? അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ മഹാത്മ്യം അറിയുള്ളൂ. Only those who have experienced will appreciate it. ഞാനൊരു കാര്യം പലപ്പോഴും പലയിടത്തും ഓർപ്പിക്കാറുള്ള വിഷയമാണ് ഈ പൊട്ടിമുളച്ച് വരുന്നുണ്ടല്ലോ. Many times I have reminded people when you see the plants budding out. ഞാൻ പറഞ്ഞത് പാരമ്പര്യ വേർപാടിൽ ജനിച്ചു വളർന്നിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം അതിന്റെ ആസ്വാദ്യത ആ നിലയിൽ അനുഭവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞേക്കാം. Yeah, what I mean to say is that if you are raised in a traditional Brethren background, you may not be able to appreciate everything. പിതാക്കന്മാർ അത് അനുഭവിച്ചിരുന്നു. Our forefathers experienced that. അതിന്റെ മാധുര്യവും അതിന്റെ കയ്പും അതിന്റെ എല്ലാം അവർ വാസ്തവമായി അനുഭവിച്ചവരാണ്. Oh, they experienced the sweetness, the bitterness, everything of that. അവർക്ക് സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. They were able to praise God and thank God in those experiences. തലമുറകളിലേക്ക് കടന്നു വന്നപ്പോൾ അതിന്റെ വീര്യം കുറഞ്ഞു പോവുകയായിരുന്നു. But as we are coming down through the generations, the joy is getting down. പ്രിയമുള്ളവരെ, നാം ദിനംതോറും ആത്മാവിൽ നിറഞ്ഞു വരണം എന്നുള്ളത് അവിടെ കാണുന്നു. We see that we have to get filled in the Holy Spirit every day. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. Let me stop it there. നാം രണ്ടാമതായിട്ട് കണ്ടത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. We saw that you should be submissive to each other in the fear of the Lord. വാസ്തവമായി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിപ്പാൻ തക്കവണ്ണ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Even after we are saved, there would be a tendency of continuing some errors. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു തെറ്റിലേക്ക് പോകുവാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രേരണ ലഭിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകാറുണ്ടോ? When you start doing some mistakes, don't you get a feeling from inside that that's wrong, and do you have that fear? അങ്ങനെ ഒരു ഭയം നിന്നിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നിന്റെ രക്ഷയെക്കുറിച്ച് നീ ചിന്തിക്കണം. And if you don't have that guilt or fear in your heart, then you should reconsider your salvation. എന്തും ചെയ്തിട്ട് ഞായറാഴ്ച വന്ന് അപ്പം നുറുക്കി ആചരിപ്പാനെ കൊണ്ടും ദൈവം നിന്നെ അനുവദിക്കത്തില്ല. God doesn't allow you to do anything in the world and then come back and take part from the Lord's Supper. വളരെ കരുതലോടുകൂടെ അവന്റെ മേശയിൽ നിന്ന് ഭാഗഭാക്കുകളാകേണ്ടത് വളരെ ആവശ്യമാണ്. It's very necessary that we should be careful and take part from. അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കുമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണെങ്കിൽ, it's God's rule, it's God's law that those who take part from the Lord's Supper in an unworthy way, they eat and drink judgment. നീയും ഞാനും കണക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. And for that reason we will be accountable. വളരെ
വളരെ ഭയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കേണ്ടതാണെന്ന് കാണുന്നു. Oh, it's very necessary that we worship the Lord in fear. ഒരു ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. Oh, it's necessary that we examine ourselves. അത് 1 Corinthians 11 അധ്യായത്തിൽ നമുക്കത് 23 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. In 1 Corinthians chapter 11 verse 23 onwards we see that. മാത്രമല്ല ഈ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ Then when it says that be submissive in this fear, that അവിടെ ആ ദൈവത്തിന്റെ പൈതലിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നു എന്നുള്ളതാണ്. when you are in that submission, you feel the safety and rest there. ആ ഭയം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭയം എന്നുള്ളത് അവന് സ്വസ്ഥതയും സമാധാനവും ഒരു ജീവിതം നയിപ്പാന്റെ കൊണ്ടും അവനെ ദൈവം ഇടയാക്കി തരും. And when you are submissive under the Lord, you get that safety and rest, and you are able to. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് ലാബാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. In the book of Genesis, Jacob is saying this to Laban. അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എന്നോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണുന്നു. Oh, he says that the God of Abraham and the fear of Isaac, he was not with me. പൂർവ്വപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മോശ യഹോവയായ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു എന്ന് കാണുന്നു. We see that Moses was afraid to look at God. മാത്രമല്ല സദൃശവാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. And even in the book of Proverbs we read that he is blessed who is fearful. നേരത്തെ എപ്പോഴും ഭയത്തോടിരിക്കണം എന്നല്ല. That doesn't mean that you be afraid all the time. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ള ചിന്ത ക്രിസ്തീയ ജീവിതത്തിൽ അനുദിനം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. Yeah, but we need to remind ourselves that our Lord is a consuming fire. എന്റെ ചെയ്തികൾ, എന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഹിതകരമാണോ അല്ലയോ എന്നുള്ളത് ദിനംതോറും ശോധന ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. So it's needed that we examine ourselves to see if our actions are worthy to Lord. അതെ, സങ്കീർത്തനം 147:11 നാം വായിക്കുന്നുണ്ട്, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു കാണുന്നു. And in the Psalm we read that those who put his trust in him and put his hope in him God and Lord is pleased. മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, ഒരു നാൾ അവന്റെ സന്നിധാനത്തിൽ നാം നിൽക്കുവാൻ പോകുകയാണ്. Not only that, we are going to stand in his presence one day. അന്ന് എന്റെയും നിങ്ങളുടെയും കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? Oh, will that day we'll be able to, on that day will we be able to stand strong? അവന്റെ മുൻപാകെ നാം നിന്ന് പ്രതിഫലം വാങ്ങിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ പ്രിയമുള്ളവരെ? When we approach him to get our reward, will our hands be strong? പത്രോസിന്റെ ഒരു കാര്യം വായിക്കുന്നുണ്ട്. In the epistle of Peter we read this. 1:17 നാം വായിക്കുന്നു, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് കാണുന്നു. In chapter 1 verse 17 it says that God who judges impartially have fear before him. ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ വിട്ടത് ഓടിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. In 10 minutes I will quickly go. മൂന്നാമതായിട്ട് സേവിച്ചുകൊണ്ട് അനുസരിക്കണം. And the third thing is serve each other. ഈ ഭാഗത്ത് കാണുവാനെ കൊണ്ട് കഴിയുന്നത് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ സേവിച്ച് അനുസരിക്കണം എന്നാണ്. There it says that we as slaves or servants of Christ and serve each other. മാത്രമല്ല ദൃഷ്ടി സേവകളാൽ നാം സേവിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. Not only that, don't do things just to show your masters. മറ്റുള്ളവർ കാണേണ്ടതിന് പരീശന്മാരുടെ ഭക്തി അങ്ങനെയായിരുന്നു. Pharisees did that to show others. മറ്റുള്ളവർക്ക് കാണേണ്ടതിന് അവർ കിണ്ടികിണ്ണങ്ങളുടെ പുറമെടുപ്പാക്കി അകത്തൊളിയ ദുഷ്ടതയുമായിട്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാരും സദൂക്യരും. Oh, Pharisees to show others they cleaned their vessels outside, but inside it was all bad. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം കാണുന്നു. And we see Jesus says that God will not be happy with such people. അവർ മനുഷ്യർ കാണേണ്ടതിനാണ് അതൊക്കെ ചെയ്യുന്നത്. And they do those things to show people. മാത്രമല്ല എന്നാൽ മനുഷ്യർ കാണേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. But there is one thing that we need to do to show others. എല്ലാ ഭാഗങ്ങളും എടുക്കാൻ നിർവാഹമല്ലോ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അവയെ അടയാളമായി നിന്റെ കയ്യിൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം എന്ന് കാണുന്നു. In Deuteronomy chapter 6 verse 8 it says that bind it on your hand on your forehead so that others will see. എന്താണ് അവ എന്ന് പറഞ്ഞാൽ എന്താണ്? What are those things that we need to bind? യഹോവയുടെ പ്രമാണം, law of the Lord. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇവിടെ നിനക്ക് ജീവിപ്പാൻ, ഈ സമ്പന്ന രാജ്യത്ത് ജീവിപ്പാൻ നിനക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. God has given you a law to live in this world. ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ ദൈവം നിന്നെ ശിക്ഷിക്കും. അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. And if you deviate from that law, God will punish you. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. There are children who are paying attention. വളരെ വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പാൻ കൊണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
there is one thing I want to remind you with great joy. നിന്റെ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിന് നീ മാറ്റാൻ പോകരുത്. You don't try to move the boundary that your parents have laid. അവർ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ കൃപ അവർ അനുഭവിച്ചു എങ്കിൽ your forefathers, your parents, they worshiped Lord in sincerity and they got the blessings of the Lord. ആ പാത പിൻപറ്റുവാൻ നിനക്ക് ന്യായമായ അവകാശമുണ്ട്. And you are required to follow that path too. വ്യവസ്ഥ ഏതുമായിക്കോട്ടെ, conditions may change. ലോകം തലകുത്തി മറിഞ്ഞോട്ടെ, or let the world go in whatever way. നിനക്ക് നടപ്പാൻ ഒരു വഴി കൊടുത്തിട്ടുണ്ട്, ആ വഴിയെ നീ നടന്നോണം. God has given you a path and you need to go on that path. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ, ഇതെല്ലാം കൂടെ നിന്റെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ദിവസമുണ്ട്. If you don't do that, all these things that you are doing today will take you to the judgment day. പലപ്പോഴും പറയും, ഭയങ്കര ബിസിയാണ് ഞാൻ കേട്ടോ. Some people say, I'm so busy. ഇന്ന് ആരാധനയ്ക്ക് വന്ന് കർത്തൃമേശ കഴിയുമ്പോൾ ഞാൻ ഒരു സ്ഥലം എടുക്കും. They say that I'm so busy that after the Lord's Supper I'll just go away. നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും അന്തമുണ്ടാകില്ല കേട്ടോ. There will not be an end to the needs of your life. നിന്റെ ദൈവ സാന്നിധ്യം നീ നഷ്ടപ്പെടുത്തിയാൽ അത് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. But if you lose that presence of the Lord in your life, you cannot get it back. എനിക്ക് ഞാൻ പൂർത്തി പറയില്ല, ഒരു ആരാധനാ ദിവസം പോലും എനിക്ക് ഉപേക്ഷിപ്പാൻ കഴിയത്തില്ല. I'm not praising myself, but I cannot miss a worship day. എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചേ മതിയാകുള്ളൂ. And I need to be worshiping of my Lord and Savior who has saved me. എന്റെ ജീവശ്വാസം അത് മാത്രമാണ്. Oh, that is my life. എങ്കിൽ മാത്രമേ എനിക്ക് ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. Oh, then only I can live in this world. പ്രിയമുള്ളവരെ, എനിക്ക് നിനക്ക് ഓടുവാൻ കഴിവും ബലവും ശക്തിയും തന്നില്ലെങ്കിൽ നീ എവിടെ വരെ ഓടും? Oh, if God has not given you the strength to run and do the work, how far will you go? ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, ദൈവ സാന്നിധ്യത്തെ കാംക്ഷിക്കുന്ന ഒരു ഭക്തൻ സങ്കീർത്തനം 42 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. In Psalm 42 verse 1, psalmist is longing to see God. തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. There he says that as the deer panteth for the brook of water, my soul panteth for thee. ആ ഒരു വലിയ ദാഹം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. We need to have that great thirst in our spiritual life. അതില്ല എങ്കിൽ വാസ്തവമായിട്ടും ചിന്തിക്കണം, വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് തോന്നുന്നു. If you don't have that thirst, that longing, you should reconsider your salvation. പ്രിയമുള്ളവരെ, ആ ഭക്തന്റെ വാഞ്ച അങ്ങനെയായിരിക്കട്ടെ. This is the desire a child of God should have. നമുക്ക് ഈ ഭൂമിയിൽ എന്താണ് ആഗ്രഹിക്കാൻ തക്കമുള്ളത്? What is in this world that we should desire? ഞാൻ പലപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരു വിഷയം കൂടി ആ വിഷയത്തോട് ബന്ധപ്പെട്ട് അവസാനിപ്പിക്കാം. There is one more thing that I remember always. എടുത്ത ശ്വാസം തിരിച്ചുവിടാൻ നിനക്ക് നിവൃത്തിയില്ലാതെ വന്നാൽ നീ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ വെട്ടിയിട്ട വാഴപ്പെട്ടിക്ക് തുല്യമാണ്. The breath that you take in, if you are not able to get that out, you are dead. യാതൊരു പ്രയോജനവുമില്ല. And after that, there is no use from you. ഇതേ കണ്ടോണ്ടെന്താ ചത്തു കിടക്കുന്ന മനുഷ്യനെ കണ്ടോ എന്താ പറയുന്നേ? ശവം. A dead person, when we look at him, we just say he's a corpse or dead body. എന്തെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ അവന് പറയാനുണ്ടോ? Can you say anything blessed about? ഒന്നുമില്ല. No value, no use. സ്വന്തം ഭാര്യ ആണെങ്കിലും പറയും, വേഗം കൊണ്ടുപോകോ, അല്പസമയം കൂടെ വെച്ചോ, വേഗം കൊണ്ടുപോകോ കുടിച്ചിട്ടുള്ള പറയും. Even the wife will say a little bit more and then take him and bury him. മതി ഇതുകൊണ്ട് അവസാനം മതി. That's it. You can take him and bury him. എന്റെ അവസ്ഥ അങ്ങനെയാ. This is our real state. എന്റെ പ്രിയമുള്ളവരെ, നാം വളരെ കരുതലോടുകൂടെ ദൈവസന്നിധിയിൽ നാം നിൽക്കണം. Oh, that's needed, that we should be fearful and alert in the presence of God. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. There's a small story example which I want to share. എല്ലാ സബ്ജക്റ്റും പറയാൻ 3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. I have only 3 minutes, so I cannot say everything. തമിഴിലൊരു കുറളുണ്ട്. തമിഴിലൊരു ഫ്രേസ് ഉണ്ട്. In Tamil there is a phrase. ഇവിടെ തമിഴ് അറിയാവുന്ന സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ. Many Tamil people are here. വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളை, കടശി വരെ ആരോ. ആ ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ വീട് വരെ ഉറവ്, വീട് വരെ മാത്രമേ ഉള്ളൂ സകല ബന്ധങ്ങളും. Meaning is your all relationship is only up to your home. വീതി വരെ മനവി എന്ന് പറഞ്ഞാൽ വഴിവക്കിൽ വരെ സ്വന്തം ഭാര്യ വരും. And your wife will follow you only up to the crossroad. പിന്നെ കാട് വരെ പിള്ളை എന്ന് പറഞ്ഞാൽ ചുഴലിക്കാട് വരെയും തന്റെ മക്കളും കൂടെ വരും. And
And your children will follow you only up to a wood or a forest area. അത് എരിഞ്ഞു തീരുന്നത് വരെയോ അത് അടക്കി കഴിയുന്നത് വരെയോ അല്പം കൂടെ നിൽക്കും അവിടെ. After the body is burned or body is buried, will they stay there? കടശി വരെ ആരോ, അവസാനം വരെ ആര് കാണും? And who will be there till the end? എന്നെ നിന്നെ വീണ്ടെടുത്ത എന്റെ രക്ഷകൻ മാത്രം എന്നോട് നിന്നോട് കൂടെ കാണും. And only the Savior, Lord, our Lord and Savior will be with us. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ബന്ധം. This is the relationship. ഈ ഭൂമിയിലെ ബന്ധം അതാണ്. This is the relationship of the world. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ പറയുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്നറിയിച്ചതാ. കർത്താവിന്റെ സാന്നിധ്യം നിത്യത വരെയും പുലരും, അതിന് യാതൊരു സംശയമില്ല. The word of God reminds us, Lord Jesus said, I will be with you till the end of the age, and he will be with us. നാലാമതായിട്ട് മൂന്ന് പോയിന്റൂടെ പറയാനുണ്ട്. കമ്പി വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. Quickly I'll mention those 3 points. നാലാമതായിട്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. Be strong in the Lord and in his power. എപ്പോഴാ ശക്തി വേണ്ടത്? When do we need the power? ശക്തി ചോർന്നു പോകുമ്പോഴാണ് നമുക്ക് ശക്തി ആവശ്യം. When our power is drained, then that's when we need power. ഇത് എവിടെ നിന്ന് കിട്ടും? Where will you get the power? നീ ദൈവസന്നിധിയിൽ നിന്റെ മുഴങ്കാലുകളെ മടക്കുമ്പോൾ, when you are on your knees in the presence of God, എന്തെല്ലാം പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, whatever obstacles are there in your life, പ്രിയപ്പെട്ടവർ നമ്മോട് മാറിപ്പോയാലും വിട്ടുപോയാലും, even your dear ones will depart from you, ആശ്രയിപ്പാൻ ചാരുവാൻ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവിന്റെ പാദപീഠമാണ്, അതിന് യാതൊരു സംശയമില്ല. if you have a place of rest, that's only the presence of our Lord. നീ വീഴ്ത്തുന്ന ഓരോ കണ്ണുനീരിനും സ്വർഗത്തിലെ ദൈവം മറുപടി തരും, അതിന് ഫലമുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. You should know that every tear that you shed, it will be rewarded in the presence of God. രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേർപാടുകൾ ഇവയൊക്കെ നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ചൊന്നും വന്നേക്കാം. Maybe sorrow and sickness will weaken your body. ഒരു ക്രിസ്തുഭക്തൻ പറയുന്നത്, മുന്നിൽ ഒരു ചുവടുവയ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ. A songwriter says that I see a little bit space to put one step ahead. അതിന് ബലവും ശക്തിയും തരുന്നത് എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവുമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. No doubt that it is the Lord Jesus who strengthened me to go ahead. പ്രിയമുള്ളവരെ, നമുക്ക് 118-ാം സങ്കീർത്തനത്തിലും 146-ാം സങ്കീർത്തനത്തിലും കാര്യം വായിക്കുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും ആശ്രയിക്കരുത്. The psalmist says that do not put your trust in men. നിനക്ക് ആശ്രയിപ്പാൻ ഈ മരുഭൂമിയിൽ ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം മാത്രമേ. In this wilderness, if you have anybody to trust, that is only our Lord Jesus. അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. And may God help us to trust in his abundant power. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. And the one who promised is honest. അഞ്ചാമതായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. And then it says that pray in spirit. പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. We are living in an age when prayer is diminishing. ധാരാളം പ്രാർത്ഥനകളും ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. There are people who pray and fast. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, if you are not able to pray in spirit, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുകയില്ല. our prayers may not reach heaven. റോമാലേഖനം 8-ാം 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതാണ്. Romans chapter 8 verse 26 says that spirit is pleading for us with words which cannot be uttered. എന്റെ പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിയാത്ത പ്രാർത്ഥനയുണ്ടല്ലോ. എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. There are prayers which we cannot complete, but the Holy Spirit residing in me is pleading for me to God. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. John chapter 17 we see a blessed prayer of our Lord. യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യോബ് പറയുന്നുണ്ട്, എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു. And in the book of Job we see that it says that Job will pray for you. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. The meaning is if other believers will pray for you, your situation will change. എന്നും പ്രാർത്ഥിക്കും, തരണമേ തരണമേ തരണമേ, കൊടുക്കണമേ, ചെയ്യണമേ ചെയ്യണമേ, മേ 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 എന്ന് മാത്രമേ ഉള്ളൂ. Every day we pray that God give me this, give me this. എന്ന് വെച്ചാൽ ഞാൻ അതിന് വേറൊരു ഭാഷാന്തരം കൊടുക്കാം. നമ്മുടെ നാട്ടിലെ ഒട്ടിത്തുമ്പ കണ്ടിട്ടുണ്ടോ? ഒട്ടിത്തുമ്പ അതിന്റെ ട്രാൻസ്ലേറ്റ് ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് വലിച്ചു മാന്തുക, ഇങ്ങോട്ട് പോരട്ടെ. Have you seen the spade? Always you drag the earth towards you. നമ്മുടെ പ്രാർത്ഥന ഷവൽ പോലെ ആയിരിക്കണം. But our prayer should be like shower. ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുക, അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കണം. We should be throwing things away in prayer. ദൈവം നമ്മെ സഹായിക്കട്ടെ. And then God will bless us. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us to pray for others.
പെട്ടെന്ന് ഒരു രണ്ട് കാര്യങ്ങളുണ്ട്, അവസാനിപ്പിക്കാം വേഗം. 2 more things. ഇവിടെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ വളരെ കൃത്യമായിട്ട് നാം ദിവസം ചെയ്യേണ്ടതാണ്. So it's necessary that we continuously pray. സമർപ്പണത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പ്രാർത്ഥനയൊക്കെ ഈ വായുവിന് സമമാണ്. The prayers that does not come out of submission is just like air. അത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. So that is just like nothing. ആറാമതായിട്ട് കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. The next thing is our walk should be worthy to the Lord. നടക്കാൻ ഒരു മാതൃക നമ്മുടെ കർത്താവ് വെച്ചിട്ടുണ്ട്. Our Lord has given us an example. അവൻ നമുക്ക് നല്ല ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. He has left a good example for അവൻ us. നടന്നതുപോലെ നടക്കണം. We should be walking just like him. ചില ബുദ്ധിമുട്ടാണ്. It's difficult. അവൻ നടന്നതുപോലെ നടക്കാനാകും ബുദ്ധിമുട്ടാണ്. It's difficult to walk like him. ഇവിടെ ഇച്ചിരി തരികടയും അതിന് നോക്കി ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. In this world we need to have some tricks and things to walk. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. So we need to be careful about that. ക്രിസ്ത്യൻ വാക്ക്, ക്രിസ്ത്യാനിയുടെ നടപ്പ് വളരെ സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. So a Christian should walk carefully. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോടൊപ്പം പറയാനുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്, അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവരെന്താ അവസാനം പറയുന്നത് എന്താണെന്നറിയാമോ? അവര് ആസന്റെ വളരെ ഭംഗിയായിട്ട് നടക്കുമെന്നാ പറയുന്നത്. We read about those who put their hope in the Lord. They will fly, they will run, and then they will walk. ഇത് ഭൂമിയിൽ ആൾക്കാർക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. The people of this world like running and jumping. എന്നാൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. But it's hard to walk. ക്രിസ്ത്യ ജീവിതം അതാണ് പ്രിയമുള്ളവരെ. But that is what the Christian life is. ഏഴാമതായിട്ട് ഞാൻ പറഞ്ഞ വേഗം അവസാനിപ്പിക്കട്ടെ. Let me finish by 7th one. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. We have been created for good works. അനുഗ്രഹീതമായ വിശ്വാസത്തിന് ഉടമകളായ നാം സൽപ്രവൃത്തികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. The Christian believers need to do good works. അനേക ഡിനോമിനേഷനുള്ളവർ പറയും, നല്ലതൊക്കെ അങ്ങ് ചെയ്താൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകുന്ന ബോധന കേട്ടോ. Many people would say, just do some good work, you will go to heaven. നീ പ്രമാണിക്കേണ്ട പ്രമാണങ്ങളെല്ലാം അനുസരിക്കണം. They will say, just follow all the laws. ദൈവത്തിന്റെ ഹിതം നിറവേറ്റണം. And then fulfill God's will. നീ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകും, യാതൊരു സംശയമില്ല. Then you will go to the presence of God. യാക്കോബിന്റെ ലേഖനമൊക്കെ അതിനോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. In the book of James is about that topic. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ ചേർന്ന് പോകണമെന്ന് കാണുന്നു. Our faith and our action should go together. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. Let me finish my words. 7 കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. There were 7 things we remember. ആത്മാവിൽ നിറഞ്ഞവരായി തീരണം. Be filled in the Holy Spirit. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടണം. Be submissive in the fear of the Lord. സേവിച്ച് അനുസരിക്കണം. And serve and obey. കർത്താവിലും അവന്റെ അമിതബലത്തിലും നാം ശക്തിപ്പെടണം. In the Lord and in His abundant power be strengthened. ആത്മാവിൽ പ്രാർത്ഥിക്കണം. Pray in the Spirit. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. And walk worthy to the Lord. സൽപ്രവർത്തികൾക്കായിട്ട് നാം ഒരുങ്ങിയിരിക്കണം. And be ready to do good works. അനേക വേദഭാഗങ്ങൾ എടുക്കുവാൻ നിർവാഹമില്ലായിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇവിടെയുള്ള ദൈവജനത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I want to extend my thanks to all the believers who gave me this opportunity to share the word of God. May God bless you. Thank you.